Alhamdulillah. Alladhi anzala ayatin bayyinat wa kitaban mubina wa lam yaj'al lahu 'iwaja. Minhu ayatun muhkamatun hunna ummul kitab. Allahumma salli wa sallim wa barik ala nabiyyina Muhammad wa ala ali Muhammad kama sallaita wa barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. ഖുർആൻ പഠനത്തിനൊരൽപ്പൊഴി 42ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് 42ാമത്തെ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് 43ാമത്തെ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ആ 43ാമത്തെ യൂണിറ്റ് നാം പഠിക്കുമ്പോൾ നാം ഇതിനകം നാം അറബി ഭാഷയിലെ 17 ഗ്രൂപ്പുകൾ പഠിച്ചു കഴിഞ്ഞു. ഈ 17 ഗ്രൂപ്പുകളും പറയാൻ അറിയാവുന്നവർ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ 17 ഗ്രൂപ്പുകളും പറയാം. അതേപോലെ 17 ഗ്രൂപ്പും പറഞ്ഞില്ലെങ്കിലും 3+ ഗ്രൂപ്പുകൾ, 3 അടിസ്ഥാന അക്ഷരങ്ങളോടൊപ്പം ഒരക്ഷരം അധികമായി വന്ന ഗ്രൂപ്പുകളുണ്ട്, 2 അക്ഷരം അധികമായി വന്ന ഗ്രൂപ്പുകളുണ്ട്, 3 അക്ഷരം അധികമായി വന്ന ഗ്രൂപ്പുകളുണ്ട്. അവസാനം മുതൽ തുടങ്ങിയാൽ 3 അക്ഷരം അധികമായി വന്ന എത്ര ഗ്രൂപ്പുകൾ നമ്മൾ പഠിച്ചു? ഏതെല്ലാമാണ് അത്? ആർക്ക് പറയാം? മൈക്ക് ഓഫ് ചെയ്തിരിക്കുകയാണെന്നോ? ഞാൻ ഓൺ ചെയ്യാം. നിങ്ങൾ നേരത്തെ അപശബ്ദം വന്നപ്പോഴത്തേക്ക് ഓഫ് ചെയ്തിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഓൺ ചെയ്യാം. ആർക്കറിയാം? 3 അടിസ്ഥാന അക്ഷരങ്ങളോടൊപ്പം 3 അക്ഷരങ്ങൾ അധികമായി വന്ന ഗ്രൂപ്പുകൾ എത്ര എണ്ണം? ഏതെല്ലാം? എത്രണ്ണം? ഏതെല്ലാം? മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? പേര് വിളിക്കും. അൻസാരി, മൈക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. അൻസാരി പറഞ്ഞോ. അൻസാരി പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അടുത്ത ആളിനെ വിളിക്കട്ടെ. ഗാലക്സി J2 ആരാ? സുൽഫിക്കറാണോ? അല്ല, ഗാലക്സി J2. ആ ആരെ പറയുന്നുണ്ടോ? B6, B7, B8, ഇസ്താഫറ, ഇഖ്തലഫ, ഇൻകലബ. ഇതിലൊക്കെ 3 അക്ഷരം അധികമായിട്ടുണ്ടോ? ഇൻകലബയിൽ ആകെ എത്ര അക്ഷരമുണ്ട്? ഇൻകലബയിൽ ആകെ എത്ര അക്ഷരമുണ്ട്? ഈ, ഇൻ, ക, ല, ബ 5 അക്ഷരം. പിന്നെ എങ്ങനെയാണ് 3 അക്ഷരം അധികം വരുന്നത്? ഇഖ്തലഫയിൽ എത്ര അക്ഷരമുണ്ട്? ഈ, ഹ്, ത, ല, ഫ 5 അക്ഷരം. ആകെ 5 അക്ഷരം. അതിലെങ്ങനെയാണ് 3 എണ്ണം അധികമായി വരുന്നത്? 3 അടിസ്ഥാന അക്ഷരങ്ങളോടൊപ്പം 3 അക്ഷരങ്ങൾ അധികമായി വരുന്ന ഏത് ഗ്രൂപ്പ്? അവസാനം പറഞ്ഞത് ഇൻകലബ ഇഖ്തലഫയിൽപ്പെട്ടല്ല. പിന്നെ ഉള്ളത് ബാക്കി
ഇസ്തഗ്ഫറ. ഇസ്തഗ്ഫറ. എണ്ണി വെക്കാവുന്നേ ഉള്ളൂ. ഇസ്തഗ്ഫറ. അപ്പോൾ 6 അക്ഷരമായി. അപ്പോൾ 3 + 3 എന്നായി. അപ്പോൾ ആകെ 3 അടിസ്ഥാന അക്ഷരങ്ങളോടൊപ്പം 3 അക്ഷരങ്ങൾ അധികമായി വന്ന ഒരു ഗ്രൂപ്പേ ഉള്ളൂ. അത് ഇസ്തഗ്ഫറ ഗ്രൂപ്പാണ്. ഓക്കെ. പിന്നെ 2 അക്ഷരങ്ങൾ അധികമായി വന്ന എത്ര എണ്ണം? ഏതെല്ലാം? ഇഖ്തലഫ ഇൻകലബ. 2 അക്ഷരം അധികമായി വന്നത്. വേറെ? തബാറക. പിന്നെ തദക്കറ. ഇല്ല, തദക്കറ ശബ്ദോട് കൂടിയാണെങ്കിൽ തദക്കറയും വരൂലേ? അതെ അതെ, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം അധികമാണല്ലോ. അതെ അതെ. അപ്പോ തദക്കറ, തബാറക, ഇൻകലബ, ഇഖ്തലഫ ഇത്രയും ഗ്രൂപ്പുകൾക്ക് 2 അക്ഷരങ്ങൾ അധികമായി. ഇനി ബാക്കിയുള്ള 1 അക്ഷരം അധികമായി വന്ന ക്രിയകൾ ക്രമത്തിൽ പറയും, തിരിച്ചു പറയുന്നു. സബ്ബഹ, തദക്കറ. അല്ല, തദക്കറ ഇപ്പൊ പറഞ്ഞു പോയില്ലേ, 2 എണ്ണം അധികമായി വന്നെന്ന്. സബ്ബഹ. പിന്നെ സബ്ബ കഴിഞ്ഞാ പിന്നെ നമ്മളെ മുജാഹിദ് പറഞ്ഞ ഏത് ഗ്രൂപ്പാ? ജാഹദ. അത് മറക്കരുത്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, അൻസല. സബ്ബഹ, ജാഹദ, അൻസല. ഈ ക്രിയകൾ ഇത്രയും 17 എണ്ണം നമുക്ക് 17 ഗ്രൂപ്പുകൾ ക്രമപ്രകാരം എഴുതാൻ അറിഞ്ഞിരിക്കണം. ഉടനെ നമ്മളൊരു ടെസ്റ്റ് നടത്തും, വെർബൽ സ്കിൽ ടെസ്റ്റ് നടത്തും, ക്രിയാപരിജ്ഞാന പരീക്ഷ നടത്തും. പരിജ്ഞാന പരീക്ഷ നടക്കുമ്പോൾ ആദ്യം മുതൽ 17 ഗ്രൂപ്പ് കൃത്യമായി അതേ ക്രമത്തിൽ എഴുതണം. ഇങ്ങനെ തുടങ്ങിയിട്ട് 17 ഗ്രൂപ്പുകൾ കൃത്യമായി എഴുതാൻ അറിയാം. ഇനി ഇതോടൊപ്പം നമ്മൾ കുറേ വ്യാകരണം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ വ്യാകരണമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇത് ഇന്ന് റിവൈസ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റിവിഷനിലേക്കാണ് പോകുന്നില്ല. എങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ആദ്യം പഠിച്ചത്. 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധം. ആദ്യം നമ്മൾ 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു, ഈ ഖുർആനിലെ ഓരോ പദങ്ങളും എനിക്കറിയുമോ ഇല്ലയെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഒറ്റ പദങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നീട് 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിച്ചു. 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിച്ചപ്പോൾ അതിലാദ്യം നമ്മൾ പഠിച്ചത് ലാ ഇലാഹ പോലെ വർഗത്തെ നിഷേധിക്കുന്ന ലാ പഠിച്ചു. വർഗത്തെ നിഷേധിക്കുന്ന ലാ പഠിച്ചു. അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം നമുക്ക് കൃത്യമായി അറിയാം. ഇവിടെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. വർഗത്തെ നിഷേധിക്കാനുള്ള ലാ, അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. വാക്യഘടനയിൽ നമ്പർ 1. വാക്യഘടനയിൽ നമ്പർ 2 പഠിച്ചത് 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധം അൽ ഇളാഫത്തു അഥവാ സംബന്ധിക വിഭക്തി. ഇന്ന് 43ാമത്തെ പാഠം എടുക്കുമ്പോൾ 43ാമത്തെ പാഠത്തിൽ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അതാണ്, സംബന്ധിക വിഭക്തിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സംബന്ധിക വിഭക്തി നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. ബേസിക്കലി പരീക്ഷ എഴുതുകയും ചെയ്തു. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് അറിയാം. റസൂലുള്ളാഹി, കിതാബുല്ലാഹി, ബൈത്തുല്ലാഹി, ഇതൊക്കെ ഇവിടെ ടെക്സ്റ്റിലുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ ടെക്സ്റ്റിലുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചു പോയി. മലിക്കുൻ നാസി, റബ്ബുൽ ഫലഖി, നസ്റുല്ലാഹി, ഇതൊക്കെ പഠിച്ചു. അപ്പോൾ വാക്യഘടന നമ്പർ 2 കഴിഞ്ഞു. പിന്നീട് 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചത് അസ്സിഫത്തു വിശേഷണം, നാമവും നാമവിശേഷണവും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നൗൺ അഡ്ജക്റ്റീവ് ഫ്രൈസ്.
രണ്ട് പദങ്ങളാണ്. ഒരു പദവും തൊട്ടടുത്ത പദവും തമ്മിൽ ഒരു നാമം, ആ നാമത്തിൻ്റെ വിശേഷണമാണ് അടുത്ത പദം എന്ന് നമ്മൾ പറഞ്ഞു. നാമവും നാമവിശേഷണവും. അതിൻ്റെ അടയാളങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. 4 കാര്യങ്ങൾ യോജിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വാക്യഘടനയിൽ 3ാമത്തെ ഇനം അതാണ് അസിഫത്തു. അത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ പഠിച്ചത് 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധം. ഒന്ന് കെസർ വരുത്തുന്ന പദവും മറ്റൊന്ന് കെസർ വരുത്തപ്പെട്ട പദവും. കെസർ ലഭിച്ച പദവും. കെസർ വരുത്തുന്ന പദവും കെസർ ലഭിച്ച പദവും. കെസർ വരുത്തുന്ന പദങ്ങൾ ലി, മിൻ, അൻ, മഅ എന്ന ഒരു ട്രെയിലറിലൂടെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതാണ് 1ാമത്തെ ഗ്രൂപ്പ്, കെസർ വരുത്തുന്ന പദങ്ങൾ. കെസർ വരുത്തുന്ന പദങ്ങളിൽ ഒരെണ്ണം ഒരക്ഷരമാണ് കേട്ടോ. ലി എന്നത് ഒരക്ഷരമാണ്. അതേപോലെ 2ാമത്തെ ഗണത്തിൽ വരുന്ന ബി എന്നതും ഒരക്ഷരമാണ്. ബാക്കിയെല്ലാം പദങ്ങളാണ്. ഈ ലിയും ബിയും തൊട്ടടുത്ത നാമത്തോടൊപ്പം ചേർന്നേ വരുള്ളൂ. അപ്പോൾ ലില്ലാഹി എന്ന് പറഞ്ഞപ്പോൾ കെസർ വരുത്തുന്ന പദവും കെസർ ലഭിച്ച പദവും കൂടെ ചേർന്നിട്ടുള്ള ഒറ്റ പദമാണ്. ബിസ്മില്ലാഹിലെ ബിസ്മി എന്ന് പറയുമ്പോൾ കെസർ വരുത്തുന്ന പദവും കെസർ ലഭിച്ച പദവും കൂടെ ചേർന്നിട്ടുള്ള ഒറ്റ പദമാണ്. അപ്പം കെസർ വരുത്തുന്ന പദങ്ങളിൽ നമ്മൾ 2 ഗ്രൂപ്പാണ് പഠിച്ചത്. ലി, മിൻ, അൻ, മഅ, ബി, ഫി, അല, ഇല എന്ന 2 ഗ്രൂപ്പുകൾ നമ്മൾ പഠിച്ചു. ലി, മിൻ, അൻ, മഅ, ബി, ഫി, അല, ഇല. അപ്പം ഇങ്ങനെ 4 സബ്ജക്റ്റുകളാണ് നമ്മൾ വാക്യഘടനയിൽ കഴിഞ്ഞത്. ഇപ്പോൾ 4 സബ്ജക്റ്റിൽ 2 വാക്കുകൾ തമ്മിലുള്ള തൊട്ടടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് പറഞ്ഞത്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ബേസിക്കലി കഴിഞ്ഞതാണ് കേട്ടോ. ബേസിക്കലി കഴിഞ്ഞതാണ്. പക്ഷേ ഖുർആൻ പഠനം ആയതുകൊണ്ട് എപ്പോഴും പ്രസക്തമാണത്. നമ്മൾ സ്കൂളിലെ സിലബസ് പോലെ ആദ്യം 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വരില്ല എന്ന് പറയാം. അതേപോലെ ഖുർആനിൽ പറയാൻ പറ്റില്ല. ഇത് ബേസിക്കിലുള്ളതാണ്, അതുകൊണ്ട് സിൽവറിൽ വരില്ല എന്ന് പറയാൻ പറ്റില്ല. സിൽവറിലും വരാം അത്. ഓക്കെ, ആ ഫയൽ ക്ലോസ് ചെയ്യാണ്. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് വാക്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ. വാക്യഘടനയിൽ ആദ്യം നമ്മൾ പഠിച്ചത് 2 വാക്കുകൾ തമ്മിലുള്ള ബന്ധമാണ്. ഇനി നമ്മൾ വാക്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് വാക്യഘടനയിലേക്ക് പോവുകയാണ്. വാക്യഘടന ടെക്സ്റ്റിൽ ക്രിയാവാക്യമൊക്കെ വരുന്നത് 44ാമത്തെ യൂണിറ്റിലാണ്. എങ്കിലും നമ്മൾ നേരത്തെ തന്നെ കുറേ ഗ്രാമർ പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. ക്രിയാവാക്യങ്ങളിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ്, കർത്തരി പ്രയോഗം എന്ന് പറയും. കത്തിരിയല്ല, കർത്തരി. കർത്താവ് അറിയപ്പെടുന്ന വാക്യങ്ങളാണ് കർത്തരി പ്രയോഗം കേട്ടോ. മലയാളത്തിലോ ഇംഗ്ലീഷ് പോലെയല്ല, അറബിയിലെ കർത്തരി പ്രയോഗം എന്ന് പറയുന്നത് കർത്താവ് അറിയപ്പെടുന്ന വാക്യങ്ങൾ. കർത്താവ് അറിയപ്പെടുന്ന വാക്യങ്ങൾ കർത്തരി പ്രയോഗം. അപ്പോൾ സാധാരണ ക്രിയാവാക്യങ്ങൾ പറയുമ്പോൾ അത് കർത്തരി പ്രയോഗമാണോ അതിൽ കർമ്മണി പ്രയോഗമാണോ എന്ന് ആദ്യം തന്നെ പറയലുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് പാസീവ് വോയിസ് ആണോ ആക്റ്റീവ് വോയിസ് ആണോ.
ആക്റ്റീവ് വോയിസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, പാസീവ് വോയിസ് പിന്നീട്. പാസീവ് വോയിസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പാസീവ് വോയിസിലുള്ള സെന്റൻസ് അല്ല ഉദാഹരണം പറയുന്നത്, ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ് ഉദാഹരണം പറയുന്നത്. ക്രിയാവാക്യങ്ങൾ കർത്തരി പ്രയോഗം. ഖലഖല്ലാഹുൽ അർദ. ഖലഖല്ലാഹുൽ അർദ. ഇതിന്റെ അർത്ഥം നമുക്കറിയാം. ഖലഖ സൃഷ്ടിച്ചു, അല്ലാഹു അല്ലാഹു, അൽ അർദ ഭൂമിയെ. ഖലഖല്ലാഹുൽ അർദ, അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും എങ്ങനെ മനസ്സിലായി അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം? അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അറിയണമെങ്കിൽ എങ്ങനെ മനസ്സിലാക്കി, നമ്മളിപ്പോൾ അതിൻ്റെ സന്ദർഭം വെച്ചുകൊണ്ട് പറയുകയാണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അണ്ടർസ്റ്റാൻഡ് ഖുർആനിലെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഖലഖല്ലാഹുൽ അർള എന്നൊരു വാക്യം കണ്ടാൽ അള്ളാഹു അല്ലാതെ വേറെ ആരും സൃഷ്ടിക്കാൻ ഇടയില്ല, അതുകൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു. പിന്നീട് രണ്ടാമത് വരുന്ന വാക്ക് അള്ളാഹ് എന്നാണ്. അപ്പോൾ അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചു എന്നാണ് ആശയം. ഇങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഖുർആൻ പഠിക്കുന്നത്. തെറ്റില്ല, തെറ്റാൻ സാധ്യതയില്ല. കാരണം ഭൂമി അള്ളാഹിനെ സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗ്രാമർ ഇല്ലാതെ നമുക്ക് ഖുർആൻ മനസ്സിലാവും. അക്കീദ വെച്ചുകൊണ്ട്, ഗ്രാമർ ഇല്ലാതെ നമ്മളെ വിശ്വാസം വെച്ചുകൊണ്ട് ഖുർആൻ മനസ്സിലാവും. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഗ്രാമർ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പഠിക്കുകയാണ്. അപ്പോൾ ഖലഖല്ലാഹുൽ അർദ, ഖലഖ സൃഷ്ടിച്ചു അള്ളാഹു. അപ്പൊ ഖലഖ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ക്രിയകൾ പഠിക്കാൻ സമയത്ത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചത്, ഒരു ക്രിയ കണ്ടാൽ ആ ക്രിയയിൽ കർത്താവ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു എന്നാണ്. പക്ഷേ ഒരു വാക്യത്തിൽ അത് വരുമ്പോൾ, ഒരു വാക്യത്തിൽ ഒരു ക്രിയ വരുമ്പോൾ നമ്മൾ നോക്കണം, ഖലഖ എന്ന ക്രിയയുടെ കർത്താവ് ആ വാക്യത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. കർത്താവ് ആ വാക്യത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. കർത്താവ് വാക്യത്തിലുണ്ടോ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് അടയാളം, കർത്താവിൻ്റെ അടയാളം നോക്കുന്നത്. കർത്താവിൻ്റെ അടയാളം, പ്രവൃത്തി ചെയ്തവൻ ആണല്ലോ കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്ത ആള്, സബ്ജക്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. ആ പ്രവൃത്തി ചെയ്ത ആളെ വാക്യത്തിൽ പറയുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. എന്നിട്ടാണ് ഉള്ളിലുള്ള ആളിനെ നോക്കേണ്ടത്. ഏതുപോലെ എന്നാൽ നമ്മൾ ഒരു വീട്ടിൽ കടന്നു ചെന്നു, വീട്ടിൻ്റെ ഗേറ്റ് കടന്ന് എത്തി. ഗേറ്റ് കടന്നെത്തുമ്പോൾ ചിലപ്പോൾ മുറ്റത്തോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ ഒക്കെ ആരെങ്കിലും നിൽപ്പുണ്ടാവും. അപ്പം നമ്മൾ ആ സിറ്റ് ഔട്ടിലോ മുറ്റത്തോ നിൽക്കുന്ന ആളോട് ആദ്യം സംസാരിക്കും. നോക്കും, ഇയാൾ ഈ വീട്ടിൻ്റെ ഉടമസ്ഥനാണോ, ഈ വീട്ടുകാരനാണോ എന്ന് നമ്മളൊന്ന് സംസാരിച്ച് നോക്കും. സംസാരിച്ച് നോക്കുമ്പോൾ അയാൾ വീട്ടുകാരനല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോർബെൽ അടിച്ചു നോക്കും, വീട്ടുകാരനെ വരാൻ വേണ്ടി. എന്നതുപോലെ നമ്മളൊരു വാക്യം കണ്ടാൽ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ പൂമുഖത്തോ മുറ്റത്തോ ഒക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. സൗണ്ട് കൂട്ടിയിട്ടാണുള്ളത് സുൽഫിക്കറെ. ഇവിടെ സൗണ്ട് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടാകുന്നത് ആദ്യം തന്നെ ഞാൻ കൂട്ടി കൊടുത്തിരിക്കുകയാണ്. വേറെ ആർക്കെങ്കിലും സൗണ്ട്, സുൽഫിക്കറിനല്ലാതെ ആർക്കെങ്കിലും സൗണ്ട് കുറവുണ്ടോ? സൗണ്ട് കുറവുണ്ടോ? വേറെ ആരെങ്കിലും സൗണ്ട് കുറവുണ്ടോ? നേരത്തെ ഇല്ല, സൗണ്ട് ക്ലിയർ ആയി കേൾക്കുന്നു. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ. സുൽഫിക്കറിന്റെ ഫോണിന്റെ എന്തെങ്കിലും തകരാറായി, നെറ്റിന്റെ കുഴപ്പമായി. ഓക്കെ. അപ്പോ പൂമുഖത്തേക്കാളും കുറവാണ് സർ സൗണ്ട്. എങ്ങനെ? എന്നത്തെ ഉള്ളതിനേക്കാളും സൗണ്ട് കുറവാണ്.
ഞാൻ ഇന്നത്തേക്കാളും ഉറക്കെയാണ് ഞാൻ പറയുന്നത്. സൗണ്ട് ക്ലിയർ ആണെന്നാണ് മുഹമ്മദ് സാർ പറഞ്ഞത്. എന്തായിരുന്നാലും സൗണ്ട് ക്ലിയർ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു വാക്യം കണ്ടാൽ നമ്മൾ ആദ്യം നോക്കുന്നു കർത്താവ് അതിലുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടുകാരനാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ക്ലൂ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കർത്താവാണോ, ഒരു സെന്റൻസിന്റെ കർത്താവാണോ, ആ പ്രവൃത്തി ചെയ്ത ആളാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? കർത്താവിൻ്റെ അടയാളമാണ് ലമ്മ് ഉണ്ടായിരിക്കുക എന്നത്. അവസാനത്തിൽ ലമ്മ് ഉണ്ടായിരിക്കുക, നാമത്തിന്റെ അവസാനത്തിൽ ലമ്മ് ഉണ്ടായിരിക്കുക എന്നതാണ് കർത്താവിൻ്റെ അടയാളം. അപ്പൊ നമ്മൾ നോക്കുന്നു, ഖലഖ എന്ന ക്രിയ കിട്ടി. തൊട്ടടുത്തോ അതിന് തൊട്ട് മുമ്പോ സമീപത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു മുറ്റത്തോ സിറ്റ് ഔട്ടിലോ എന്ന് പറഞ്ഞതുപോലെ തൊട്ടടുത്ത് പരിസരത്ത് എവിടെയെങ്കിലും ലമ്മുള്ള നാമം ഉണ്ടോ എന്ന് നോക്കുന്നു. എങ്ങനെയാണെങ്കിൽ ആ ലമ്മുള്ള നാമമായിരിക്കണം അതിൻ്റെ കർത്താവ്. അപ്പൊ ഖലഖ എന്ന് പറഞ്ഞു, സൃഷ്ടിച്ചു എന്ന് നമ്മൾ അർത്ഥം കൊടുത്തു. അതിന് ശേഷം കർത്താവ് അവസാനം ലമ്മത്തുള്ള നാമം ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പൊ നമുക്ക് അള്ളാഹു എന്ന നാമത്തിന് അവസാനം ലമ്മത്തുള്ളതായി കണ്ടു. അപ്പൊ അതാണ് അതിൻ്റെ കർത്താവ്. ഖലഖ അല്ലാഹു, അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയണം. അപ്പൊ പിന്നെ ഖലഖയിലുള്ള അവൻ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഖലഖയിലുള്ള അവൻ പറയേണ്ട കാര്യമില്ല. ഉള്ളിലുള്ള ആളിനെ നമ്മൾ വിളിച്ച് നോക്കേണ്ട കാര്യമില്ല. പുറത്തേന് ആളുണ്ടെങ്കിൽ ഉള്ളിലുള്ള ആളെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഖലഖ അല്ലാഹു എന്ന് കിട്ടി. ഇനി കർമ്മം ഏതാണ് എന്ന് നോക്കണം. അതായത് ചിലപ്പോൾ കർത്താവ് ഉണ്ടായിരിക്കണം, ചില വാക്യങ്ങളിലെങ്കിലും കർമ്മം ഉണ്ടായിരിക്കണം. നമുക്കറിയാം സബ്ജക്റ്റും ഒബ്ജക്റ്റും വേണം. അപ്പൊ ചില ക്രിയകൾക്ക് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാകും, ചില ക്രിയകൾക്ക് ഒബ്ജക്റ്റ് ഉണ്ടാവുകയില്ല. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് മനസ്സിലാക്കും ഏതിനാണ് ഒബ്ജക്റ്റ് ഇല്ലാത്തതെന്ന്. അപ്പോൾ ഒബ്ജക്റ്റ് ആണോ എന്നെങ്ങനെ അറിയാം? കർമ്മമാണോ? കർമ്മം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കർമ്മശാസ്ത്രത്തിലെ കർമ്മമല്ല. നമ്മൾ മദ്രസയിലെ കുട്ടികൾ പഠിക്കുമ്പോൾ കർമ്മം എന്ന് പറയും. കർമ്മം എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ സൗണ്ടിൽ പ്രോബ്ലം ഉള്ളത് നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കാം കേട്ടോ. നമുക്ക് നെറ്റ് മാറ്റി കൊടുത്തു നോക്കാം. ഓക്കെ. അപ്പോൾ കർമ്മം, ചില ക്രിയകൾക്ക് കർമ്മം ഉണ്ടായിരിക്കും, ചില ക്രിയകൾക്ക് കർമ്മം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കർമ്മം എന്ന് നമ്മൾ പറഞ്ഞു, കർമ്മം എന്ന് പറയുന്നത് കർമ്മശാസ്ത്രത്തിലെ കർമ്മമല്ല, കർത്താവിൻ്റെ പ്രവൃത്തി ആരിൽ ചെന്ന് പതിച്ചോ അതാണ് കർമ്മം, അല്ലെങ്കിൽ ആരിൽ ചെന്ന് ഭവിച്ചോ അതാണ് കർമ്മം. കർത്താവിൻ്റെ പ്രവൃത്തി ആരിലേക്ക് എത്തിയോ അതാണെന്ത്? കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. അപ്പൊ ഖലഖല്ലാഹു
അള്ളാഹു സൃഷ്ടിച്ചു. എന്തിനെ അല്ലെങ്കിൽ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കർമ്മം. ഖലഖല്ലാഹു, അള്ളാഹു സൃഷ്ടിച്ചു. ആരെ അല്ലെങ്കിൽ എന്തിനെ? അൽ അർദ, ഭൂമിയെ. ഇനി കർമ്മമാണോ എന്നെങ്ങനെ അറിയാൻ പറ്റും? അതിന് കർമ്മത്തിനൊരു അടയാളമുണ്ട്, അന്ത്യത്തിൽ ഫത്തഹ് ഉണ്ടായിരിക്കുക എന്നത്. അന്ത്യത്തിൽ ഫത്തഹത്ത് ഉണ്ടായിരിക്കുക എന്നതാണ് കർമ്മത്തിന്റെ അടയാളം. രണ്ട് അടയാളങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കർത്താവിന്റെ അടയാളം നാമത്തിന്റെ അന്ത്യത്തിലുള്ള ലമ്മത്താണ്. കർമ്മത്തിന്റെ അഥവാ ഒബ്ജക്റ്റിന്റെ അടയാളം നാമത്തിന്റെ അന്ത്യത്തിലുള്ള ഫത്തഹത്താണ്. ഇനി നോക്കാം അടുത്ത വാക്യം. വനാദ നൂഹൻ ഇബ്നഹു. നാദ നൂഹൻ ഇബ്നഹു. നാദ നമുക്കറിയാം, വിളിച്ചു. നമ്മൾ നോക്കുന്നു, അവൻ വിളിച്ചു എന്ന് നമ്മൾ പറയണോ, അതല്ല ലമ്മത്ത്, അന്ത്യത്തിൽ ലമ്മത്തുള്ള ഒരു നാമം അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഉണ്ട്, നൂഹൻ എന്ന നാമം അവിടെ ലമ്മത്തുള്ളതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നാദ എന്ന ക്രിയയുടെ കർത്താവ് നൂഹ് എന്ന നാമമാണ്. അപ്പൊ നാദ നൂഹൻ എന്ന് പറഞ്ഞാൽ നൂഹ് വിളിച്ചു എന്നാണ് അർത്ഥം പറയേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇബിന എന്ന അർത്ഥം കിട്ടി, എന്ന വാക്ക് കിട്ടി. അപ്പൊ അതാണ് കർമ്മം എന്ന് എങ്ങനെ അറിയാം? അതിന്റെ അന്ത്യത്തിൽ ഫത്തഹുണ്ട് അല്ലെങ്കിൽ ഫത്തഹത്തുണ്ട്. ഏതിന്റെ അന്ത്യത്തിൽ? ഇബിന് എന്ന നാമമാണ് കർമ്മം കേട്ടോ. ഇബിനഹു എന്ന പദമല്ല. ഇബിന് എന്ന നാമം, അന്ത്യത്തിൽ ഫത്തഹത്തുള്ള നാമമാണ് അതിന്റെ കർമ്മം. ഇനി മറ്റൊരു കാര്യം കൂടെ ഈ ഉദാഹരണത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. അതായത് ഖലഖല്ലാഹു അൽ അർദ, ഖലഖല്ലാഹു അൽ അർദ എന്ന് പറഞ്ഞിടത്ത് അള്ളാഹു എന്ന നാമത്തിന് ഒരു ലമ്മത്തേ ഉള്ളൂ. പക്ഷെ അത് കർത്താവാണ്, കർത്താവിന്റെ അടയാളമാണ് നമ്മൾ പറഞ്ഞു. വനാദ നൂഹൻ എന്ന് പറഞ്ഞിടത്ത് രണ്ട് ലമ്മത്തുണ്ട്. അപ്പോ കർത്താവിന്റെ അടയാളം ഒരു ലമ്മത്തുമാകാം, രണ്ട് ലമ്മത്തും ആകാം. തൻവീനാണെങ്കിലും അല്ലെങ്കിലും ലമ്മത്തുണ്ടായിരുന്നാൽ മതി. അതേപോലെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നാമത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണ് നോക്കുന്നത്. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തിലുള്ള അടയാളമല്ല നോക്കുന്നത്. അപ്പൊ ഇബിന് അങ്ങനെയാണ്, ഇബിന് കർമ്മമായി മാറുന്നത്. അപ്പൊ നാദ നൂഹൻ, നൂഹ് അലൈഹി സ്വലാം വിളിച്ചു. ആരെ? ഇബിനഹു. അപ്പൊ നൂഹ് എന്ന നാമമാണ് അതിന്റെ, നാദയുടെ കർത്താവ്. ഇബിന് എന്ന നാമമാണ് നാദ എന്ന ക്രിയയുടെ കർമ്മം കേട്ടോ. ആ ക്രിയയുടെ കർത്താവിനെയും കർമ്മത്തെയുമാണ് നോക്കുന്നത്. ഇന്റർനെറ്റ് മൊത്തത്തിൽ പ്രോബ്ലമാണ് കേട്ടോ. ഞാൻ രണ്ടാമത്തെ നെറ്റ് കണക്ട് ചെയ്തു, പക്ഷെ അതിലും സ്ലോ ആണ് കളിക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ പറയുക. ഓക്കെ, എനിക്ക് ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അടുത്ത ഉദാഹരണം, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ. അപ്പൊ ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ എന്ന് പറഞ്ഞപ്പോ ഇന്നാ നമുക്കറിയാം, തീർച്ചയായും നാം. അൻസൽനാ എന്നതാണ് ഇവിടത്തെ ക്രിയ. അൻസൽന എന്നതാണ് ക്രിയ, നമ്മൾ പഠിച്ച ക്രിയയാണ്. അൻസൽന എന്നതാണ് ക്രിയ. പിന്നീട് അതിന്റെ കർത്താവ് ഇവിടെ ഇല്ല, അന്ത്യത്തിൽ ലമ്മത്തുള്ള നാമം ഇവിടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് അൻസൽനയിലുള്ള ഒളിഞ്ഞിരിക്കുന്ന ഹുവയാണ് അതിന്റെ കർത്താവ് എന്ന് പറയണം. അല്ല, നഹ്നു ആണ് അതിന്റെ കർത്താവ്. അൻസൽനയിൽ ഒളിഞ്ഞിരിക്കുന്ന നഹ്നു ആണ് അതിന്റെ കർത്താവ്. അൻസൽനയിൽ എന്ത് ആണുള്ളത്? ഹുവയല്ല ഉള്ളത്. അൻസൽനയിൽ ഒളിഞ്ഞിരിക്കുന്നത് നഹ്നു ആണ്. അൻസൽന എന്ന് പറഞ്ഞാൽ നാം സൃഷ്ടിച്ചു, നാം ഇറക്കിയെന്നാണ്. അൻസൽന, അപ്പൊ അതിനകത്ത് എന്തുണ്ട്? നഹ്നു ആണുള്ളത്. ആ നഹ്നു ആണ് അതിന്റെ കർത്താവ്, അൻസൽന. പിന്നെ കർമ്മം എവിടെ? അന്ത്യത്തിൽ ഫത്തഹത്തുള്ള നാമം ഉണ്ടോ എന്ന് നോക്കണം.
അൻസൽന നാം ഇറക്കി, ഇലൈക്ക താങ്കളിലേക്ക്. എന്തിനെ ഇറക്കി? അൽ കിതാബ, അന്ത്യത്തിൽ ഫതഹത്തുള്ള നാമമുണ്ട്. അപ്പോൾ ഇറക്കിയത് എന്തിനെയാണ്? കിതാബിനെയാണ് ഇറക്കിയതെന്ന് മനസ്സിലായി. 4 ഫസാദഹുമുല്ലാഹു മറദൻ. സാദഹുമുല്ലാഹു മറദൻ. സാദ വർദ്ധിപ്പിച്ചു, വർദ്ധിച്ചു എന്നും അർത്ഥമുണ്ട്, വർദ്ധിപ്പിച്ചു എന്നും അർത്ഥമുണ്ട്. സാദയുടെ കൂടെ എന്തുണ്ട്? സാദയുടെ കൂടെ സാദയുടെ കർമ്മം ഉണ്ടെങ്കിൽ, സാദ വന്നു, സാദയുടെ കർമ്മം ഉണ്ടെങ്കിൽ വർദ്ധിപ്പിച്ചു എന്നാണ് അർത്ഥം കേട്ടോ. സാദ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ കർമ്മം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? വർദ്ധിപ്പിച്ചു എന്നാണ്. ഓക്കെ, അപ്പൊ സാദ വർദ്ധിച്ചു. സാദയുടെ കൂടെ, സാദ എന്ന ക്രിയയുടെ കൂടെ എന്തുണ്ട്? ഖലഖഹു എന്ന പ്രയോഗം പോലെ സർവനാമം ചേർന്ന് വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞു, ഖലഖഹു പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, 13ാമത്തെ ലെസണിൽ ഖലഖഹു പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഖലഖഹു പോലെ ഒരു ക്രിയയുടെ അന്ത്യത്തിൽ സർവനാമം ചേർന്ന് വന്നാൽ, ഖലഖന പോലെയല്ല, ഖലഖഹു പോലെ. ഖലഖഹു പോലെ ആണെങ്കിൽ, ഖലഖന ആണെങ്കിൽ ഖലഖനാഹു പോലെ അവസാനത്തിൽ സർവനാമം ചേർന്ന് വന്നാൽ ആ സർവനാമം എന്തായിരിക്കും? കർമ്മമായിരിക്കും, അഥവാ ഒബ്ജക്റ്റ് ആയിരിക്കും. കർത്താവിൻ്റെ പ്രവൃത്തി ചെന്നെത്തിയത് ഏത് ഭാഗമാണ്, എവിടെയാണ് എന്നാണ് ആ പദത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇവിടെ സാദഹും, സാദ വർദ്ധിച്ചു അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു, ഹും എന്ന വാക്കുണ്ട്. അപ്പോൾ കർമ്മം അതിൽ തന്നെ ചേർന്ന് വന്നു. അപ്പോൾ ക്രിയയുടെ കൂടെ സർവനാമം ചേർന്ന് വന്നാൽ ഒന്നാമത്തെ കർമ്മമായിരിക്കും അത്. വേറെ അടയാളം നോക്കണ്ട, വേറെ അടയാളം ഒന്നും നോക്കണ്ട. ക്രിയയുടെ കൂടെ സർവനാമം ചേർന്ന് വന്നാൽ വേറെ അടയാളം നോക്കണ്ട, അത് കർമ്മമാണ്. ഖലഖഹു ഖലഖഹും എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ സാദഹും എന്നിടത്ത് വേറെ അടയാളമൊന്നുമില്ല, ക്രിയയുടെ കൂടെ ചേർന്ന് വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അത് കർമ്മമായി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കർത്താവിന് നോക്കണം. വമ്മത്തുള്ള നാമം ഉണ്ടോ? വമ്മത്തുള്ള നാമം സാദയുടെ കൂടെ ഹുമു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഹുമു എന്നുള്ളത് ഹും എന്നാണ് ചേർത്ത് വായിച്ചപ്പോൾ ഹുമുല്ലാഹു എന്ന് വരാൻ വേണ്ടിയാണ് ലമ്മ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ലമ്മത്തുള്ള നാമം എന്ന് പറയുന്നത് അള്ളാഹു എന്ന നാമമാണ്. അള്ളാഹു എന്ന നാമം ലമ്മത്തുള്ളതായി വന്നത് കൊണ്ട് സാദ എന്ന ക്രിയയുടെ കർത്താവ് ആരാണ്? അള്ളാഹു എന്ന നാമമാണ്. അള്ളാഹു എന്ന നാമമാണെന്ന് പറയണം കേട്ടോ. അതാണ് നമ്മുടെ സലഫി മെൻഹജ് അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ്? അള്ളാഹു അള്ളാഹു ആണ് അതിൻ്റെ കർത്താവ് എന്ന് പറയാൻ പാടില്ല. നമ്മൾ സംസാരിക്കുന്നത് ഏത് കർത്താവിനെ കുറിച്ചാണ്? സെന്റൻസിലെ കർത്താവിനെ കുറിച്ചാണ്. ഗ്രാമറിൽ പറയുമ്പോൾ കർത്താവ്, കർമ്മം എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു എന്ന നാമം എന്നേ പറയാവൂ. അതാണ് ശരിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ പ്രകാരം. സാദഹുമുല്ലാഹു മറദൻ. അപ്പോ അള്ളാഹു എന്ന നാമത്തിൽ ലമ്മത്തുള്ളതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു സാദ എന്ന ക്രിയയുടെ കർത്താവ് അള്ളാഹു എന്ന നാമമാണ്. പിന്നെ ഇവിടെ ഫതഹത്തുള്ള വേറൊരു നാമം ഉണ്ടല്ലോ. നേരത്തെ കർമ്മത്തെ കിട്ടി, സാദയുടെ കൂടെ കർമ്മം വന്നതുകൊണ്ട്, സാദയുടെ കൂടെ സർവനാമം വന്നതുകൊണ്ട് അതാണ് കർമ്മം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ കർമ്മത്തെ കിട്ടി, ഒബ്ജക്റ്റിനെ കിട്ടി. പിന്നെ അള്ളാഹു നാമം കർത്താവാണെന്നും പറഞ്ഞു. ഇവിടെ ഫതഹത്തുള്ള നാമം കർമ്മമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മറലൻ എന്ന ഒരു നാമം ഫതഹത്തുള്ളതായി ഉണ്ട്. അപ്പോ അതെന്താണ്? അത് സാദ എന്ന ക്രിയയുടെ രണ്ടാമത്തെ കർമ്മമാണ് കേട്ടോ. ഫതഹത്തുള്ള മറ്റൊരു നാമം കൂടി ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ കർമ്മമാണ്. അപ്പോൾ ഒരു ക്രിയയ്ക്ക് ഒന്നിലധികം കർമ്മങ്ങൾ ഉണ്ടാകാം. ഒരു ക്രിയയ്ക്ക് ഒന്നിലധികം കർമ്മങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. സാദഹുമുല്ലാഹു മറദൻ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ സാദഹുമുല്ലാഹു എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു. സാദ എന്താ അർത്ഥം? വർദ്ധിപ്പിച്ചു. ആര് വർദ്ധിപ്പിച്ചു? അള്ളാഹു ആണ് വർദ്ധിപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലായി. അള്ളാഹു വർദ്ധിപ്പിച്ചു. ആർക്ക് വർദ്ധിപ്പിച്ചു? ഹും, അവർക്ക് വർദ്ധിപ്പിച്ചു. അപ്പൊ സാദഹും അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു എന്ന് അർത്ഥം കിട്ടി.
അപ്പൊ നമുക്ക് കേൾവിക്കാരൻ ചോദിക്കാം, അള്ളാഹു അവർക്ക് എന്തിനെ വർദ്ധിപ്പിച്ചു? പണം വർദ്ധിപ്പിച്ചു കൊടുത്തെന്നാണോ പറഞ്ഞത്? അല്ല വേറെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തെന്നാണോ പറഞ്ഞത്? അതല്ല വേറെ എന്തെങ്കിലും ആണോ? അപ്പോഴാണ് മറവൻ എന്ന് അവിടെ നാമം ഉണ്ട്, അതിന് കർമ്മത്തിന്റെ അടയാളവുമുണ്ട്. അപ്പൊ വർദ്ധിപ്പിച്ചു കൊടുത്തത് എന്താണ്? രോഗമാണ്. മറവൻ എന്ന് പറഞ്ഞ രോഗം എന്നാണ്, നമ്മൾ പഠിക്കാത്ത വാക്കാണ്. അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. സാദഹും അള്ളാഹു മറവൻ. ഓക്കെ. അപ്പൊ ഇവിടെ നാലാമത്തെ ഉദാഹരണം പറഞ്ഞ എന്തിനാണ്? ക്രിയയുടെ കൂടെ കർമ്മം ചേർന്ന് വരും എന്നത് ഒരു കാര്യം. അപ്പോൾ ക്രിയയുടെ കൂടെ കർമ്മം ചേർന്ന് വരുമ്പോൾ അതിന് അടയാളം നോക്കണ്ട എന്നത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു ക്രിയയ്ക്ക് ചിലപ്പോൾ രണ്ട് കർമ്മം ഉണ്ടായിരിക്കാം. ആ കർമ്മത്തിന് ഒന്നിലധികം കർമ്മം ഉണ്ടെങ്കിൽ കർമ്മത്തിന്റെ അടയാളം അവിടെ കാണും. സർവനാമങ്ങളിൽ കർമ്മത്തിന്റെ അടയാളം വെളിവാവുകയില്ല, അല്ലെങ്കിൽ സർവനാമങ്ങളിൽ ഒരടയാളവും വെളിവാവുകയില്ല. സർവനാമങ്ങൾ അന്ത്യം ഉറച്ചതാണ്. ഓക്കെ. ഉദാഹരണം 5. ഇദാ ജാഅ നസ്റുല്ലാഹി. ഇദാ ജാഅ നസ്റുല്ലാഹി. അപ്പൊ ഇദാ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന പദം, ജാഅ ക്രിയയാണ്, വന്നു. അതിന്റെ കർത്താവ് ആരാണ്? ശേഷം ലമ്മത്തുള്ള നാമം ഉണ്ടോ? ഉണ്ട്. നസ്റു എന്നതാണ്. ഇദാ ജാഅ നസ്റു. അപ്പോൾ നസ്റാണ് വന്നതെന്ന് മനസ്സിലായി. സഹായം ആണ് കർത്താവ്. കർമ്മം എവിടെ? ജാഅയ്ക്ക് പൊതുവിൽ കർമ്മം വരെ വേണ്ടതില്ല. ജാഅയ്ക്ക് കർമ്മം വരും, പക്ഷേ പൊതുവിൽ പറഞ്ഞാൽ കർമ്മം ആവശ്യമില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞു, ഇവിടെ ഇദാ ജാഅ നസ്റുല്ലാഹി, അള്ളാഹുവിന്റെ സഹായം വന്നാൽ, അപ്പൊ ആശയം പൂർണ്ണമാണ്. അതേസമയം ഇന്ന അൻസൽന എന്ന് പറഞ്ഞപ്പോൾ ആശയം പൂർണ്ണമല്ല. അല്ലെങ്കിൽ ഖലഖല്ലാഹു എന്ന് പറഞ്ഞപ്പോൾ ആശയം പൂർണ്ണമല്ല. അള്ളാഹു സൃഷ്ടിച്ചു, എന്തിനെ സൃഷ്ടിച്ചു എന്ന് ചോദ്യം വരും. പക്ഷേ ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറഞ്ഞപ്പോൾ, ഇദാ ജാഅ നസ്റുല്ലാഹി, അള്ളാഹുവിന്റെ സഹായം വന്നാൽ എന്ന് പറഞ്ഞപ്പോൾ ആശയം പൂർണ്ണമാണ്. അതുകൊണ്ട് വേറെ കർമ്മത്തിന്റെ ആവശ്യം ഇല്ല. അപ്പൊ കർമ്മമില്ലാത്ത ക്രിയയ്ക്ക് ഉദാഹരണമാണ് ജാഅ. അടുത്തത്, അല്ലമ ആദമൽ അസ്മാഅ വഅല്ലമ ആദമൽ അസ്മാഅ. അപ്പോൾ അല്ലമ പഠിപ്പിച്ചു, നമുക്കറിയാം. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലമ പഠിപ്പിച്ചു. അല്ലമ ആദമൽ അസ്മാഅ, അല്ലമ പഠിപ്പിച്ചു. അപ്പോൾ കർത്താവ് ആരാണ്? അവിടെ ലമ്മത്തുള്ള നാമം ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അല്ലമയിലുള്ള ഒളിഞ്ഞിരിക്കുന്ന സർവനാമമായ ഹുവയെ എടുക്കണം. അപ്പോൾ ഹുവ അല്ലമ എന്നാണ്, അവൻ പഠിപ്പിച്ചു എന്നാണ്. ആരെ പഠിപ്പിച്ചു എന്ന് നോക്കണമെങ്കിൽ എന്ത് വേണം? കർമ്മം ഏതാണെന്ന് നോക്കണമെങ്കിൽ ഫത്തഹത്തുള്ള നാമം ഉണ്ടോ എന്ന് നോക്കണം. അന്ത്യത്തിൽ ഫത്തഹത്തുള്ള നാമം ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആദമ എന്ന നാമത്തെ കിട്ടി. അപ്പോൾ അല്ലമ, അവൻ പഠിപ്പിച്ചു. ആദമിനെ പഠിപ്പിച്ചു. രണ്ടാമത് ഒരു നാമം കൂടെ ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ കർമ്മത്തിന്റെ അടയാളമുള്ള. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അല്ലമ ആദമ എന്ന് പറഞ്ഞാൽ അവൻ ആദമിനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് പഠിപ്പിച്ചു എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന്റെ ഉത്തരമാണ് അസ്മ ആണ് പഠിപ്പിച്ചത്. അപ്പോ അതിന് കർമ്മത്തിന്റെ അടയാളം ഉണ്ട് താനും. അതുകൊണ്ട് അല്ലമയ്ക്ക് രണ്ട് കർമ്മമുണ്ട്. നേരത്തെ നമ്മൾ ജാദഹുമുല്ലാഹ മറവൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു കർമ്മം ക്രിയയോടൊപ്പം ചേർന്ന് വന്നതാണ്. ഇവിടെ ആറാമത്തെ ഉദാഹരണം എന്തിനുള്ളതാണ്? രണ്ട് കർമ്മവും പ്രത്യേകം വന്നതിന് ഉദാഹരണമാണ് ആറാമത്തെ ഉദാഹരണം. 7. ജഅല ലക്കുമുൽ അർദ ഫിറാശൻ. ജഅല ലക്കുമുൽ അർദ ഫിറാശൻ. ജഅല ആക്കി. കർത്താവിന്റെ അടയാളമുള്ള നാമം ഇല്ല ഇവിടെ. ലക്കുമു എന്നുള്ളത് നമുക്കറിയാം. ലക്കുമു എന്നുള്ള ലമ്മത്ത് അല്ല, അത് ലമ്മു എന്നത് എന്താണ്? അൽ അർദിനോട് ചേർത്ത് വായിക്കാൻ വേണ്ടി ലക്കുമുൽ അർദ എന്ന് പറഞ്ഞതാണ്. ലക്കും എന്ന സുക്കൂനുള്ള മീമാണ് യഥാർത്ഥത്തിലുള്ളത്. ലമ്മത്തുള്ള നാമമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ജഅലയിലുള്ള ഹുവയാണ് അതിന്റെ കർത്താവ് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഹുവ ജഅല എന്നാണ്. അവൻ ആക്കി. ലക്കും നിങ്ങൾക്ക് അൽ അർദ ഭൂമിയെ എന്താക്കി?
ഫിറാഷൻ വിരിപ്പാക്കി. അപ്പൊ നേരത്തെ അല്ലമ ആദമൽ അസ്മാ എന്ന് പറഞ്ഞതുപോലെ ജാലയ്ക്കും രണ്ട് കർമ്മമുണ്ട്. ജാല അവനാക്കി, ആരെ ആക്കി, അല്ലെങ്കിൽ എന്തിനെ ആക്കി? അർള ഭൂമിയെ ആക്കി. എന്താക്കി? ഫിറാഷൻ, ഫിറാഷൻ വിരിപ്പാക്കി മാറ്റി, വിരിപ്പാക്കി. അപ്പൊ ഇവിടെ 7ാമത്തെ ഉദാഹരണം എന്തിനാ തന്നത്? അല്ലമ ആദമൽ അസ്മാ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കർമ്മത്തിന് ഉദാഹരണം കിട്ടിയല്ലോ. പിന്നെ അൽ അർള ഫിറാഷൻ, ജാൽ ലക്കുമുൽ അർള ഫിറാഷൻ എന്ന ഉദാഹരണം എന്തിനാ പറഞ്ഞത്? 7ാമത്തെ ഉദാഹരണം പറഞ്ഞത് നേരത്തെ നമ്മൾ കർത്താവിന് രണ്ട് ലം ഉണ്ടാകാം എന്ന് പറഞ്ഞു. ഒരു ലമ്മും വരാം, രണ്ട് ലമ്മും വരാം എന്ന് പറഞ്ഞു. രണ്ട് ലമ്മത്ത് വരാമെന്ന് പറഞ്ഞു. ഇവിടെ ജാദഹുമുല്ലാഹു മറലൻ എന്നിടത്ത് എന്തുണ്ട്? ജാദഹുമുല്ലാഹു മറലൻ എന്നിടത്ത് രണ്ട് ഫത്തഹുണ്ട് കർമ്മത്തിന്. അപ്പൊ കർമ്മത്തിന് രണ്ട് ഫത്തഹ് വരാം. അതേപോലെ ജഅൽ ലക്കുമുൽ അർള ഫിറാശൻ, കർമ്മത്തിന് ഇവിടെ രണ്ട് ഫത്തഹ് വന്നിട്ടുണ്ട്. അപ്പോൾ കർമ്മത്തിന് രണ്ട് ഫത്തഹും വരാം, ഒരു ഫത്തഹും വരാം, രണ്ട് ഫത്തഹും വരാം. 8 അല്ലദീ അത്അമഹും മിൻ ജൂഇൻ, അല്ലദീ അത്അമഹും മിൻ ജൂഇൻ. അത്അമ നമ്മൾ പഠിച്ച വാക്കാണ് ഇതൊക്കെ കേട്ടോ. അത്അമ അവൻ, അത്അമ ആഹാരം നൽകി, അത്അമ ആഹാരം നൽകി. അപ്പോൾ അതിൻ്റെ കർത്താവ് എവിടെ? കർത്താവ് ലമ്മത്തുള്ള നാമം ഇല്ലാത്തത് കൊണ്ട് അതിലുള്ള ഹുവയാണ് കർത്താവ്. അവൻ, അവൻ നൽകി. കർമ്മം എവിടെ? ഫത്തഹത്തുള്ള നാമം അവിടെ ഇല്ല, പക്ഷേ ക്രിയയോടൊപ്പം ഹും ചേർന്ന് വന്നിട്ടുണ്ട്. ആ ഹുമ്മാണ് കർമ്മം. അത്അമ അവൻ ആഹാരം നൽകി, ഹും അവർക്ക്. അല്ലദീ അത്അമ ആഹാരം നൽകിയവൻ ആരാണോ അവൻ, ഹും അവർക്ക്. അപ്പോൾ ഹും ആണ് അതിൻ്റെ കർമ്മം. ക്രിയയോടൊപ്പം കർത്താവ് ചേർന്ന് സർവനാമം ചേർന്ന് വന്നതുകൊണ്ട് അതാണ് അതിൻ്റെ കർമ്മം. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ. അപ്പോൾ ഇവിടെ 8ാമത്തെ ഉദാഹരണം എന്തിനുള്ളതാണ്? കർത്താവ് ലമ്മത്തുള്ള അടയാളമില്ല, ലമ്മത്തുള്ള നാമമില്ല. അതുകൊണ്ട് ആദ്യത്തെ ലമ്മത്തുള്ള നാമം പ്രത്യക്ഷത്തിലില്ലാത്തത് കൊണ്ട് അത്അമയിലുള്ള സർവനാമമാണ് അതിൻ്റെ കർത്താവ് എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം കർമ്മവും പ്രത്യക്ഷത്തിൽ ഫത്തഹത്തുള്ള നാമമില്ല. അതേസമയം ക്രിയയോടൊപ്പം സർവനാമം ചേർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്രിയയോടൊപ്പം സർവനാമം ചേർന്ന് വന്നാൽ അത് കർമ്മമായിരിക്കും എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ കർമ്മമായി സ്വീകരിച്ചു. 9 വഇദ് ഖാല മൂസ ലിഖൗമിഹി, വഇദ് ഖാല മൂസ ലിഖൗമിഹി, വഇദ് ഖാല മൂസ ലിഖൗമിഹി. മൂസ അലൈഹിസ്സലാം തൻ്റെ ഖൗമിനോട് പറഞ്ഞ സന്ദർഭം. അപ്പൊ കാല പറഞ്ഞു, അതിൻ്റെ കർത്താവ് എവിടെ? ലമ്മത്തുള്ള നാമം ഇവിടെ ഇല്ല. പക്ഷേ ക്രിയയുടെ ശേഷം ഒരു നാമം വന്നിട്ടുണ്ട്. ക്രിയയുടെ തൊട്ടുടനെ ഒരു നാമം വന്നിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിൽ എന്താ അക്ഷരം? അലിഫാണ് അക്ഷരം. മൂസ എന്ന് പറയുമ്പോൾ എന്താണ്? അലിഫാണ്. യാ അല്ല, യാന്റെ ഷേപ്പിലുള്ള അലിഫാണ്. അലിഫ് പക്ഷേ ഒരു അടയാളവും പ്രകടമാക്കുന്നതല്ല. അതുകൊണ്ട് അവിടെ ലമ്മത്ത് വെളിവായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മൂസയാണ് അതിൻ്റെ, മൂസ എന്ന നാമമാണ് അതിൻ്റെ കർത്താവ്. അത് നമുക്ക് സെനൻസ് വ്യക്തമാകും. അപ്പോൾ അന്ത്യത്തിൽ അടയാളം വെളിവാകാത്ത നാമങ്ങളുണ്ട്. അത്തരം നാമങ്ങളിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തണം കേട്ടോ. അപ്പോൾ കാല പറഞ്ഞു, ആര് പറഞ്ഞു? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാതെ വേറെ ചാൻസ് ഇല്ല. ലി ഖൗമിഹി, തൻ്റെ ജനതയോട്. അതേപോലെ തന്നെ കാല എന്ന ക്രിയയ്ക്ക് കർമ്മം ആവശ്യമില്ല. അതുകൊണ്ട് കർമ്മത്തെ തേടേണ്ട കാര്യവും ഇല്ല. അപ്പോൾ ഈ 9 ഉദാഹരണങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. മനസ്സിലായിട്ടില്ലെങ്കിൽ സംശയം ചോദിക്കാം.
സംശയമില്ലാത്തതുകൊണ്ട് മനസ്സിലായെന്ന് വിചാരിക്കാം. നമ്മൾ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്, അടുത്ത സെഗ്മെന്റിലേക്ക്. സുഹൃത്ത് ഷംസ് അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 43. യൂണിറ്റ് 43 ആകുമ്പോൾ നമ്മൾ ഇതിനകം ഖുർആനിലെ 64% പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതായത് 50,000 വേർഡ്സ് നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. 77,500 പദങ്ങളിൽ 50,000 പദങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഒരു പേജിലെ 83 പദങ്ങൾ നമുക്കറിയുന്നതായിരിക്കും. സുഹൃത്ത് ഷംസ് ഒന്ന് വായിച്ചു നോക്കാം, എത്ര പദങ്ങൾ നമുക്കറിയാമെന്ന് നിങ്ങളും നോക്കുക. ഞാൻ പാരായണം ചെയ്യാം. പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ വിരൽ മടക്കിയാൽ മതി. എത്ര നാമങ്ങൾ അല്ല എത്ര പദങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതുണ്ട് എന്ന് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها. ഓക്കെ, എത്ര പദം നമുക്കറിയാം? വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഷംസ് നമുക്കറിയാം, സൂര്യൻ. ളുഹ നമുക്കറിയുന്നതാണ്. ഖമർ അറിയാം. ഇസ അറിയാം. തല നമ്മൾ പഠിച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇസ അറിയാം. ലൈൽ അറിയാം. ഇസ അറിയാം. സമ അറിയാം. മാ അറിയാം. അൽ അർദ് അറിയാം. മാ അറിയാം. ഇവിടെ തന്നിരിക്കുന്ന 17 വാക്കുകളിൽ 12 എണ്ണം നമ്മൾ പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ 70% നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നർത്ഥം. ഓക്കെ, ബാക്കി 30% എന്താ പറയുക, പുതിയ പദങ്ങളാണ്. 30% പുതിയ പദങ്ങളാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. വശംസി, സൂര്യനെ കൊണ്ട് സത്യം. വല്ലുഹാഹ, ലുഹ നമ്മൾ പഠിച്ചെന്നാണ് നമ്മൾ പറഞ്ഞത്. വല്ലുഹായിൽ നമ്മൾ പഠിച്ചു. ലുഹ എന്ന് പറഞ്ഞാൽ പൂർവാന്നം എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ ലുഹ ഹ എന്ന് പറഞ്ഞാൽ അവളുടെ അല്ലെങ്കിൽ അതിൻ്റെ പൂർവാന്നം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വെളിച്ചത്തെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വെളിച്ചം എന്ന് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഷംസി, സൂര്യനാണ് സത്യം. വദ്ദുഹാഹ, അതിൻ്റെ വെളിച്ചവുമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശവുമാണ്. ദുഹാ സമയത്തുള്ള പ്രകാശത്തിനും ദുഹ എന്ന് പറയും. ദുഹാ സമയത്തിനും പറയും, അതിൻ്റെ പ്രകാശത്തിനും ദുഹ എന്ന് പറയും. വൽ ഖമരി, ഖമർ നമുക്കറിയാം, ചന്ദ്രൻ. ഇദാ തലാഹ, തല നമ്മൾ പഠിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. എവിടെയാണ് നമ്മൾ പഠിച്ചതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? തല യത്തിലു എന്ന് നമ്മൾ പഠിച്ചു. യത്തിലു സുഹുഫം മുതഹറ, സൂറത്ത് ബയ്യിനയിൽ യത്തിലു സുഹുഫം മുതഹറ. അത് നമ്മൾ തല യത്തിലു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾക്ക് ദഅ യദ്ഉ പോലെയാണെന്ന് വിചാരിക്കണം. അത് തല യത്തിലു. അപ്പോൾ
യത്ലു സഹ്റ മുതഹറ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ യത്ലു എന്നതിൻ്റെ പൂർണ്ണക്രിയ തല എന്നേ വരുള്ളൂ. കാരണം എന്താണ്? യദ്ഉ പോലെയാണത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണക്രിയ ദ എന്നാണ്. യദ്ഉവിൻ്റെ പൂർണ്ണക്രിയ ദ എന്നാണ്. അതേപോലെ യത്ലുവിൻ്റെ പൂർണ്ണക്രിയ തല എന്നാണ്. ഇനി തല യത്ലുവിന് എന്താ അർത്ഥം? തല യത്ലു എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തു എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം പിന്തുടർന്നു എന്നാണ്. തല യത്ലു, തല എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു. അപ്പൊ യത്ലു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫോളോ ചെയ്യുക എന്നാണ് അർത്ഥം. വായിച്ച് ഫോളോ ചെയ്യുക എന്നാണ്. വായിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുക. അപ്പൊ അന്ധമായ വായനയ്ക്കല്ല തല എന്ന് പറയുന്നത്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള വായനയല്ല, മറിച്ച് എന്താണ്? അത് മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ് തല എന്ന് പറയുന്നത്. ഇപ്പൊ തിലാവത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണമല്ല, ശരിക്ക് ഖുർആൻ മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള പാരായണം. അപ്പോൾ തലായിക്ക് ഇവിടെ അർത്ഥം ഫോളോ ചെയ്യുക എന്ന ഒറിജിനൽ മീനിങ് ആണ്. ഇതാ തല ഹ, തല ഇതാ തല അത് പിന്തുടരുമ്പോൾ, ഹ അതിനെ. അപ്പോ ഇതാ തല, തല എന്ന് പറഞ്ഞപ്പോൾ എന്തായി? തല. ദ എന്ന് പറഞ്ഞതുപോലെ തല എന്ന് പറഞ്ഞത് എന്താണ്? പുല്ലിംഗമാണ്. ദ അവൻ പ്രാർത്ഥിച്ചു, അല്ലേ? തല അവൻ പിന്തുടർന്നു. ദ അവൻ പ്രാർത്ഥിച്ചു, അവൻ വിളിച്ചു. അതേപോലെ തല അവൻ പിന്തുടർന്നു. അപ്പൊ അവൻ എന്ന് പറഞ്ഞത് ഏതിനെയാണ്? ശംസിനെ അല്ല എന്ന് മനസ്സിലാക്കണം. ശംസിനെ അല്ല. കാരണം എന്താ? ഷംസി സൂര്യനെ കൊണ്ട് സത്യം. എന്ന സ്ത്രീലിംഗ പദമാണ് ഉപയോഗിച്ചത്. അതിൻ്റെ എന്ന് പറയാൻ വേണ്ടി ഹ എന്ന സ്ത്രീലിംഗ രൂപമാണ് ഉപയോഗിച്ചത്. അപ്പൊ അതുകൊണ്ട് ഷംസ് സ്ത്രീലിംഗമാണ്. പക്ഷെ ഇവിടെ തല എന്ന വാക്ക് പുല്ലിംഗമാണ്. അപ്പൊ ഖമറിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഖമർ പിന്തുടർന്നാൽ, പിന്തുടരുമ്പോൾ ഏതിനെ? ഹ അതിനെ. അപ്പൊ അതിനെ എന്ന സ്ത്രീലിംഗ രൂപം ഉപയോഗിച്ചത് ഷംസിനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ ഖമർ അതിനെ പിന്തുടരുമ്പോൾ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സംഗതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഷംസ് പോയതിന് ശേഷം ഖമർ വരുമ്പോൾ എന്ന അർത്ഥമാണ്. ഷംസ് പോയതിനു ശേഷം ഖമർ വരും. ഷംസിനെ ഷംസ് അസ്തമിച്ച് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്ന ആരാണ്? ഖമറിനെയാണ് കാണുന്നത്. ആ അർത്ഥത്തിലാണ് അത് അതിനെ പിന്തുടരുമ്പോൾ എന്ന് വന്നത്. അതിനെ തുടർന്ന് ഇത് വരുന്നു എന്ന അർത്ഥത്തിൽ. വന്നഹാരി, നഹാർ പകല് നമ്മൾ പഠിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ലൈലിന്റെ വിപരീതമായി നമുക്ക് പറയാവുന്നതാണ് നഹാർ. ലൈല് രാത്രി, നഹാർ പകൽ. ഇതാ ജല്ല ഹ, ജല്ല പകലുമാണ് സത്യം. ഇതാ ജല്ല, ജല്ല എന്ന് പറഞ്ഞാൽ തെളിയിച്ചു എന്നാണ്. ജല്ല തെളിയിച്ചു. ജല്ല എന്ന വാക്കാണ് കേട്ടോ. അള്ളാഹു ജല്ല ജലാലുഹു എന്ന് പറയും. അവിടെ ജല്ല എന്ന് പറഞ്ഞാൽ അതിന് നീട്ടില്ല അവസാനം. അവന്റെ മഹത്വം അതിമഹത്തരമായിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അവിടെ എന്താണ്? നീട്ടില്ല. ജല്ല എന്ന ലന്ന പോലെയുള്ള ഒരു ഒരു ക്രിയയായിട്ടാണ് വന്നിരിക്കുന്നത്. അതേസമയം ഇവിടെ ജല്ല അവസാനം നീട്ടുണ്ട്. അപ്പോൾ തെളിയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ജല്ല ഇതാ ജല്ല അത് തെളിയിച്ച് കാണിക്കുമ്പോൾ. ഇവിടെ അത് എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നെഹാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. നഹാർ തെളിയിച്ച് കാണിക്കുമ്പോൾ. ആരെ? ഹ അതിനെ. ആരെ? ഷംസിനെ. അപ്പൊ പകല് ഷംസിനെ തെളിയിച്ച് കാണിക്കുമ്പോൾ അതിനെ കൊണ്ടും സത്യം. ഭയങ്കര സത്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഓരോന്നിലും ചിന്തിച്ചു നോക്കണം. സൂര്യനാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ അതിഭയങ്കരം തന്നെയാണ്. എത്ര കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്? പ്രകാശ വേഗത നമുക്കറിയാം.
അതിശീഘ്രം കുതിച്ചു പായുന്നതാണ് പ്രകാശം. ആ പ്രകാശം ഭൂമിയിലെത്തണമെങ്കിൽ ഏതാണ്ട് 6-8 മിനിറ്റ് വേണ്ടി വരും. അത്രയും അകലത്താണ് സൂര്യൻ നിൽക്കുന്നത്. അതിന് ഒരുപാട് സംഗതികളുണ്ട്. അത് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഇപ്പോൾ വൈകിയ വേളയിൽ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും മനുഷ്യൻ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണ് ഷംസ് എന്നത്. ഇപ്പൊ ഷംസ് അവിടെ നിൽക്കുന്നു, ഷംസ് അസ്തമിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഖമർ വരുന്നു. അപ്പൊ അതൊക്കെ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളേണ്ട സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് നെഹാർ വന്നപ്പോൾ നെഹാർ എന്ത് ചെയ്തു? നെഹാറില് നമുക്ക് ഷംസിനെ കാണാൻ പറ്റും. അതേപോലെ നെഹാർ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വരുന്നുണ്ട്? ലൈല് വരുന്നുണ്ട്. ലൈല് രാത്രിയെ കൊണ്ടും സത്യം. ഇദാ യഗ്ഷാഹ, അത് അതിനെ മൂടുമ്പോൾ. ആരെ? ലൈല് വന്ന് സൂര്യനെ മൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലൈലിൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല. അതൊരു സംഭവ വികാസമാണ്, പ്രപഞ്ചത്തിലെ പ്രതിഭാസമാണ്. സമായി, ആകാശവുമാണ്. അപ്പോൾ യഗ്ഷ എന്നാൽ ലൈലി രാവുമാണ്. ഇദാ യഗ്ഷ, ഖശിയ യഗ്ഷ, ഖശിയ യഗ്ഷ ഏതുപോലുള്ള ക്രിയയായിരിക്കും? റദിയ യർദ പോലുള്ള ക്രിയയാണ്. റദിയ യർദ പോലുള്ള ക്രിയയാണ് ഖശിയ യഗ്ഷ, യഗ്ഷ. അപ്പൊ ലൈല് എന്ത് ചെയ്യുന്നു? യഗ്ഷ. ഹ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ സൂര്യനിലേക്ക് മടങ്ങുന്നതാണ്. അപ്പോ സൂര്യനെ മൂടിക്കളയുന്ന ലൈലിനെ കൊണ്ടും സത്യം. ഖശിയ യഗ്ഷ, മൂടി. ഖശിയ യഗ്ഷ, അതിന്റെ കർത്താവിന്റെ രൂപമാണ് ഖാശിൻ. ഖശിയ യഗ്ഷയുടെ കർത്താവിന്റെ രൂപം ഖാശിൻ. റദിയ യർദയുടെ കർത്താവിന്റെ രൂപം റാദിൻ എന്ന് പറഞ്ഞതുപോലെ ഖശിയ യഗ്ഷയുടെ കർത്താവിന്റെ രൂപം ഖാശിൻ. റദിയയുടെ റദിയയുടെ കർത്താവിന്റെ രൂപത്തിന്റെ സ്ത്രീലിംഗ രൂപം, കർത്താവിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? റാദിയത്തുൻ എന്നാണ്. റാദിയത്തുൻ. റാദിയത്തൻ മർദിയ നമ്മൾ പഠിച്ചില്ലല്ലേ? ഓക്കെ. റദിയ റാദിൻ, അതിന്റെ കർത്താവിന്റെ രൂപം റാദിയത്തൻ, റാദിയത്തുൻ. അതേപോലെ ഖശിയയുടെ കർത്താവിന്റെ രൂപത്തിന്റെ സ്ത്രീലിംഗം ഖാശിയത്തുൻ, ഖാശിൻ, ഖാശിയത്തുൻ. അതാണ് ഹല്ലത്താക ഹദീസുൽ ഖാശിയത്തി, സൂറത്തുൽ ഖാശിയത്തി. അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇനി അത് പഠിക്കേണ്ട കാര്യമില്ല. ഖശിയ യഗ്ഷ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ വല്ലൈലി ഇദാ യഗ്ഷാഹ വസ്സമാഇ, ആകാശവുമാണ്. വമാ ബനാഹ, വമാ ബനാഹ. ബന നിർമ്മിച്ചു, ബന നിർമ്മിച്ചു. ബന യബിനി, ബന യബിനി, ബന യബിനി, ബന നിർമ്മിച്ചു. വമാ ബന ഹ, അതിനെ നിർമ്മിച്ചതുമാണ്. മാ ബന ഹ, മാ യാതെന്നാണോ അത്, അല്ലെങ്കിൽ ഏതെന്നാണോ അത്. ഹ ബന നിർമ്മിച്ചു, ഹ അതിനെ. ഇവിടെ സമാഇനെയാണ് കേട്ടോ, അതിനെ നിർമ്മിച്ചതുമാണ്. വൽ അർദി, ഭൂമിയുമാണ്. വമാ തഹഹ, തഹ പരത്തി. വല്ലാതെ ഭൂമിയുമാണ്. വമാ തഹഹ, അതിനെ പരത്തിയതുമാണ്. ഇപ്പം എന്തൊക്കെയാണ് പുതിയ വാക്കുകൾ? നമുക്ക് ഖുർആന്റെ ഭാഗത്തേക്ക് തന്നെ പോകാം. ഷംസി ളുഹാഹ. ളുഹ എന്ന് നമ്മൾ പഠിച്ച പദമാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ആ അർത്ഥത്തിലല്ല വന്നിരിക്കുന്നത്, പ്രകാശം എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്.
ഖമരി ഇതാ തലഹ, തല എന്നത് നമ്മൾ പഠിച്ച പദമാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് പിന്തുടർന്നു എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ അർത്ഥമാണത്. പിന്നീട് നഹാറ് പകല്, ജല്ല വെളിവാക്കി അല്ലെങ്കിൽ തെളിയിച്ച് കാണിച്ചു. പിന്നീട് യഹ്ഷ എന്നത് ഖശിയയുടെ അപൂർണക്രിയ യഹ്ഷ, ഖശിയ യഹ്ഷ മുടി. ബന നിർമ്മിച്ചു, വസ്സമാഅ ബനഹ, ബന നിർമ്മിച്ചു. വൽ അർളി വമ തഹഹ, തഹ പരത്തി, തഹ പരത്തി. ഇതിൻ്റെ ഒരു ഷോർട്ട് വിശദീകരണമാണ് പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞു ശംസിനെ കൊണ്ടും ഖമറിനെ കൊണ്ടും ലൈലിനെയും നഹാറിനെയും കൊണ്ടും അതേപോലെ സമാഇനെയും അർദനെയും കൊണ്ടും സത്യം ചെയ്യുകയാണ് ഇവിടെ പറയുന്നത്. ഇത്രയുമാണ് പറയുന്നത്. പിന്നെ അതിനിടയ്ക്ക് വമാ തഹാഹ, വമാ യാതൊന്നുമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും വേറൊരു സത്യമാണ്. ഇവിടെ സത്യം ചെയ്യുന്ന ഏതൊക്കെയാണ്? ഷംസ്, വഹ, നുഹയെ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. ഷംസ്, വഹ, ഖമർ, നെഹാർ, ലൈല്, സമാ, അർദ്. 2 പ്രാവശ്യം മാ വന്നിട്ടുണ്ട് കേട്ടോ. വമാ ബനഹ, വമാ തഹാഹ. ഇങ്ങനെ 7 സംഗതിയാണ്. ഷംസ്, വഹ, ഖമർ, നഹാർ, ലൈല്, സമാ, വമാ, വൽ അർദ്, വമാ. ഇങ്ങനെ 8 സംഗതികൾ കൊണ്ടാണ്, 9 സംഗതികൾ കൊണ്ടാണ് ഇവിടെ സത്യം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വമ എന്ന് പറഞ്ഞ 2 മായും ഒന്നാണ്, ഒരു ആശയമാണ്. ഒന്ന് ഷംസ്, സൂര്യൻ എന്ന പ്രതിഭാസം. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്, അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത് ചന്ദ്രൻ. അപ്പോൾ ഒന്ന് സൂര്യൻ, ഇത്രയും കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യനെ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ആ സൂര്യൻ, അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു ദൈവം അല്ലെങ്കിൽ സൂര്യനെ കുറിച്ച്, അതേപോലെ ഖമറിനെ കുറിച്ച്, നഹാറിനെ കുറിച്ച്, ലൈലിനെ കുറിച്ച്, സമാഇനെയും അർദനെയും കുറിച്ച്, ഇതിനിടയ്ക്ക് ഒരു 2 മാ വന്നിട്ടുണ്ട്, അതിനെയും കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ദൈവം, ഇതിൻ്റെ ഒരു ശക്തി, ഒരു പരാശക്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടും. മാത്രമല്ല ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. അതിനാൽ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് മനസ്സിലാവും. അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് അമാ ഖലഖത്തുൽ, ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചത് കളിതമാശയായിട്ടല്ല, ഒരു വിനോദമായിട്ടല്ല, മറിച്ച് അതൊരു പർപ്പസ്ഫുൾ ആണ്. ഇതൊരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. എന്താണ് അതിൻ്റെ പിന്നിലുള്ള പർപ്പസ്? നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ പറയും, ഏതൊരു മനുഷ്യൻ്റെ ഏതൊരു പ്രവൃത്തിയുടെയും പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. മനഃശാസ്ത്രം പഠിപ്പിക്കാൻ പറയും, ഏതൊരു പ്രവൃത്തിയുടെയും പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുകയില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ മനസ്സിനോട് സംവദിക്കണമെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ശാസ്ത്രം അംഗീകരിച്ചതാണ്, ഇവിടെ ലോകത്ത് നടക്കുന്ന ഏത് ആക്ടിവിറ്റി ആയിരുന്നാലും, ഏത് ചലനമായിരുന്നാലും ആ ചലനത്തിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. എങ്കിൽ ഈ പ്രപഞ്ചം ഒന്നാകെ നിലനിൽക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ത്? അല്ലേ? അത് ചിന്തിക്കണ്ടേ? പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകന്മാര്, ദൈവമില്ല എന്ന് പറയുന്നവർ പോലും പറയുന്നത് ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ അജണ്ട എന്ത്? അപ്പോഴാണ് ദൈവത്തെക്കുറിച്ചും ദൈവാസ്തിത്വത്തെക്കുറിച്ചും ദൈവമുണ്ട് എന്ന സംഗതിയെക്കുറിച്ചും
പിന്നെ ദൈവമുണ്ട് എന്ന് അംഗീകരിച്ചാൽ പിന്നെ പ്രവാചകത്വത്തെക്കുറിച്ചും പരലോക വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നുള്ള ലക്ഷ്യത്തെക്കുറിച്ച് ഈ ശാസ്ത്രജ്ഞന്മാർ പറയാത്തത്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, പക്ഷേ നിരീശ്വരവാദികളും അതുപോലുള്ള ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവർ പറയാത്തത്. ഇതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട് എന്ന് അവർ പറയുകയില്ല, പക്ഷേ ബുദ്ധിജീവികൾ, യഥാർത്ഥ ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂര്യനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ, ചന്ദ്രനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ, ഇവിടെ പകൽ മാറി മാറി വരുന്നു എന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ, അല്ലേ? പിന്നീട് ലുഹയെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ ലുഹ സമയത്തുള്ള പ്രകാശം അതിന് മുമ്പുള്ള പ്രകാശത്തെ പോലെയാണോ, അതിന് ശേഷമുള്ള പ്രകാശത്തെ പോലെയാണോ? അപ്പോൾ ലുഹ സമയത്തുള്ള പ്രകാശം അതിന് മുൻപും ശേഷവും ഉള്ള പ്രകാശത്തെ പോലെ അല്ല യഥാർത്ഥത്തിൽ. അതിനെക്കുറിച്ച് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അവസാനം പറഞ്ഞ 2 മായെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 9 എണ്ണത്തിൽ 2 എണ്ണം മായാണ്. സമായി, ആകാശത്തെ കൊണ്ടും, വമാ ബനാഹ, അതിനെ നിർമ്മിച്ചതിനെ കൊണ്ടും. അപ്പൊ ഏതൊന്നാണോ ആ സമാഇനെ നിർമ്മിച്ചത് അതിനെ കൊണ്ടും എന്ന് പറഞ്ഞാൽ, ഈ സമാ എന്ന് പറയുമ്പോൾ സമാഇനപ്പുറം പിന്നെ വേറെ ഒന്നുമില്ല, മുഴുവൻ അടങ്ങിയതാണ് സമാ. ഈ സമായിലാണല്ലോ മറ്റ് ഗോളങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ നിലകൊള്ളുന്നത്. അപ്പൊ ആ സമാഇനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുവാൻ പറഞ്ഞു. സമാ ഒരു തെളിവാണ്, ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, ആ സമാഇനെ സൃഷ്ടിച്ചത് ആര്? അവനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇതിനിടെ ഈ മാ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ള വിശദീകരണമുണ്ട്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം. സൂറത്തുൽ കാഫിറൂനിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. മാ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മായാണ് ഇവിടെ. വമാ ബനാഹ, അതിനെ സൃഷ്ടിച്ചത് ഏതൊരു ശക്തിയാണ്, ഏതൊന്നാണ് അതിനെ സൃഷ്ടിച്ചത്? ആ സമാഇനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അന്തം വിട്ടുപോകും. അപ്പൊ അതിനെ സൃഷ്ടിച്ചവനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വൽ അർദി, ഭൂമിയെ കൊണ്ടും സത്യം. വമാ ബനാഹ വമാ തഹാഹ, ഭൂമിയെ പരത്തിയവനെ കൊണ്ടും. അപ്പൊ സമാഇനെ നിർമ്മിച്ചത് ആരാണോ ആ ശക്തി ഒരു അപാര ശക്തി തന്നെയാണ്. അതിനെ കൊണ്ടും സത്യം ചെയ്യുന്നു. വൽ അർദി, ഭൂമിയെ കൊണ്ടും സത്യം ചെയ്യുന്നു. വമാ തഹാഹ, അതിനെ പരത്തുക എന്നത് മറ്റൊരു ഒരു ശക്തിയാണ്. അപ്പൊ ചോദിക്കും, ഭൂമി പരന്നാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂമി പരന്നാണെന്നല്ല ഖുർആനിൽ പറഞ്ഞത്. തഹ എന്ന് പറഞ്ഞാൽ അതിനെ പരത്തിയെന്നാണ്. തഹ പരത്തി. അതുകൊണ്ടാണ് പറഞ്ഞത് വമാ, മായെ കൊണ്ടും സത്യമെന്നാണ് പറയുന്നത്. വീണ്ടും ഏതൊന്നാണോ അതിനെ കൊണ്ടും സത്യം, ഏതൊന്നാണോ അതിനെ പരത്തിയത് അതിനെ കൊണ്ടും സത്യം. കാരണം പരന്നു കിടക്കുന്നതല്ല ഭൂമി എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഭൂമി പരന്നതാണെന്നല്ല പറഞ്ഞത്. പരന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുമാറ് ഭൂമിയെ സംവിധാനിച്ച ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയുടെ ശക്തി അപാരം തന്നെയാണെന്നാണ് പറഞ്ഞത്. അതാണ് ഭൂമി പരന്നതല്ല എന്ന് തെളിയിക്കുന്നത്. കാരണം പരന്നതാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെന്നാൽ ആ പരപ്പ് അവസാനിക്കും. ഒരു പരന്ന പ്രതലം എടുത്ത് നോക്കുക. ഈ പ്രതലം പരന്നതാണ്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ കാണിക്കുകയാണ്, ഈ പ്രതലം പരന്നതാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അവസാനം എന്ത് ചെയ്യും? താഴ്ത്തു പോയി. അപ്പൊ പരന്നതാണെങ്കിൽ പരപ്പിന് ഒരു അന്ത്യമുണ്ടാകും. അതേസമയം ഭൂമിയാണെങ്കിലോ എവിടെ ചെന്ന് നോക്കിയാലും പരന്നു കിടക്കുകയാണ്, അതിന് ഒരു എൻഡില്ല. അപ്പൊ അങ്ങനെ പരപ്പുള്ളതായി തോന്നുമാറ് അതിനെ സംവിധാനിച്ചവന്റെ ശക്തി അപാരം തന്നെയാണ് എന്നതാണ് 9ാമത്തെ സത്യം. 1-ാമത്തേത് ഷംസ്, 2 ലുഹ, 3 ഖമർ, 4 നഹാർ, 5 ലൈല്, 6 സമാ, 7 വമാ ബനാഹ, അതിനെ സമായ സൃഷ്ടിച്ചത് ആരാണോ അവൻ, 8 അർദ്, 9 വമാ തഹ, അതിനെ പരത്തിയവനാരാണോ അവൻ. അപ്പൊ ഈ 9 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. സമയം കൂടി എന്നത് എനിക്കറിയാം, പക്ഷെ ഈ 2 സംഗതിയും വ്യക്തമാകാതെ പോകുന്നത് ശരിയല്ല. ഏത് 2 സംഗതി? നമ്മൾ ഇന്ന് പഠിച്ച കർത്താവും കർമ്മവും, കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെ അടയാളം ഉണ്ടല്ലോ. കർത്താവിൻ്റെ അടയാളം ദമ്മത്താണ്, കർമ്മത്തിൻ്റെ അടയാളം ഫതഹത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അടയാളങ്ങൾ, അപ്പൊ അതോട് ക്രിയാവാക്യം പഠിച്ചു. അതൊന്ന്. 2-ാമത്
ഖുർആൻ്റെ ഭാഗം നമുക്ക് ടച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഖുർആൻ്റെ ഭാഗം നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാതെ ആ ഭാഗം കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമാക്കിയത്. സമയം അതിക്രമിച്ചതിൽ സദയം ക്ഷമിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ 15 മിനിറ്റ് അധികമായി. എന്തെങ്കിലും സംശയം? സംശയലേശമില്ല. സംശയലേശമെന്നേ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ് സംഗതികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ദീനെക്കുറിച്ചും ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കാനും സംശയരഹിതമായ അറിവ് നേടാൻ ആണല്ലോ നമ്മുടെ കിതാബ് തുടങ്ങുന്നത് തന്നെ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി, ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ആ ഗ്രന്ഥം അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ സംശയരഹിതമായ വിശ്വാസം ഉണ്ടാവുക എന്നത് ഒരു സംഭവം തന്നെയാണ്. ആ രീതിയിൽ അടിയുറച്ച ഈമാനോടുകൂടിയും അതേപോലെ ആ ഈമാന്റെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന പ്രവർത്തനം, മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം കടന്നു കഴിഞ്ഞാൽ പിന്നീട് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അതനുസരിച്ചുള്ള പ്രവർത്തനം അനിവാര്യമായി തീരും. അതുകൊണ്ടാണ് ഇല്ലല്ലദീന ആമനു വ അമിലു അസ്സാലിഹാത്ത് എന്ന് പറഞ്ഞത്. അല്ലദീന പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ ഒരുമിച്ചാണ് പറഞ്ഞത്. അല്ലദീന ആമനു വ അമിലു, വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ് ആരെല്ലാമാണോ അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്നാണ് പറഞ്ഞത്. ആ നിലയ്ക്കുള്ള ഈമാനും അമലും ഉണ്ടാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. ഞാൻ അടുത്ത ദിവസം ഇതിൻ്റെ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ സംഗതി നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ തന്നെ ഇപ്പം മെസ്സേജ് ഇടാം. ഗ്രൂപ്പ് ഓപ്പൺ ആണ്. അതേപോലെ ഇന്നത്തെ വർക്ക് ചെയ്യാനുള്ള പേജ്, ഖുർആൻ്റെ പേജ് നാളെ രാവിലെ നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടും. അത് വായിച്ച് നോക്കിയിട്ട് എത്ര വാക്കുകളാണ് നിങ്ങൾക്ക് അറിയുന്നത് എന്ന് മെസ്സേജ് ആ ഗ്രൂപ്പിൽ തന്നെ ഇടുക. ആ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ഇടുന്നത് ഞാനത് വായിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളിൽ തന്നെ ചിലർക്ക് മനസ്സിലാകും, ഓരോരുത്തർക്കും മനസ്സിലാകും അവരവരുടെ കപ്പാസിറ്റി എന്താണെന്ന്. നിങ്ങൾ എഴുതി പറഞ്ഞത് 5 വാക്ക് അറിയാമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ 15 വാക്ക് അറിയാമെന്നാണെങ്കിൽ, മറ്റേയാൾ 14 വാക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു വാക്ക് എനിക്ക് കൂടുതൽ മനസ്സിലായി എന്ന് മനസ്സിലായി. അതേപോലെ ഒരാൾ പറഞ്ഞു എനിക്ക് 16 വാക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കാളും അറിയുന്നവരുണ്ട്, എനിക്ക് ഏത് വാക്കാണ് അറിയാത്തത് എന്ന് നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാൻ അത് സഹായകമായി തീരും. അതിനാണ് ഗ്രൂപ്പിൽ തന്നെ നമ്മൾ കമൻറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്ലൈഡ് അയച്ചു തരുന്നത് ഖുർആൻ പേജിനേക്കാളും കുറെ ക്ലിയർ ആയിട്ട് സ്ലൈഡിൽ കാണാം. വാക്കുകൾ 2 വാക്കുകൾക്കിടയിൽ സ്പേസ് കാണാം, ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ട് പദം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഖുർആൻ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ക്ലാസ് നടത്താൻ നമ്മൾ സാങ്കേതിക വിദ്യകളൊക്കെ നമുക്ക് ഒരുമിച്ച് കിട്ടിയില്ല, ഈ സംവിധാനങ്ങളൊക്കെ ഒരുമിച്ച് തന്ന അള്ളാഹുവിനും അത്യധികം ശുക്രും ഹംദും രേഖപ്പെടുത്തുന്നു. സിസ്റ്റം ക്ലോസ് ചെയ്യണം.